ശ്രീ റോണി കെ ബേബി MLA ഇന്ന് പറഞ്ഞ ന്യായീകരണങ്ങൾ അത് അത്രമാത്രം വിശ്വസനീയമായി തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി തുടരാം എന്നുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തത്? അത് ഈ പറഞ്ഞതുപോലെ ഒപ്പിട്ടത് കൊണ്ട് മാത്രം എന്ന ന്യായീകരണത്തിൽ നിൽക്കരുത്. PM ശ്രീ പദ്ധതി തുടരാമെന്ന് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുമില്ല, കേരള സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുമില്ല. ഇന്നിറങ്ങിയ മന്ത്രിസഭാ യോഗ തീരുമാനം ഞാനത് വായിക്കാം. അതിങ്ങനെയാണ്: PM ശ്രീ പദ്ധതി പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, ശ്രീ റോജി M ജോൺ, ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ M ലിജു എന്ന 4 പേരടങ്ങുന്ന ഉപസമിതി PM ശ്രീ കരിക്കുലം, സ്കൂളുകൾ എന്നിവ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിന് നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അപ്പോൾ ഉപസമിതി കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കണ്ടീഷൻസ് വെച്ച് ആ കണ്ടീഷൻസ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെങ്കിൽ, കാരണം നമുക്കറിയാം ഇപ്പോൾ ഉള്ളൊരു യാഥാർത്ഥ്യം, കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവെച്ച കരാർ അതിൻ്റെ അകത്തുനിന്ന് ഏകപക്ഷീയമായി പിന്മാറുവാനായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. ഭരണഘടനാപരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ബാധ്യത CPM ഗവൺമെൻറ് അൺകണ്ടീഷണൽ ആയിട്ടായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചതെങ്കിൽ, ഒളിച്ചും പാത്തും തലയിൽ മുണ്ടിട്ടായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചെങ്കിൽ, ഞങ്ങൾ വളരെ സുതാര്യമായി അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപസമിതിയെ തന്നെ വെച്ച് കാര്യങ്ങൾ പഠിച്ച് കേന്ദ്രവുമായി ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടീഷൻസ് കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒളിച്ചും പാത്തും ഒന്നുമല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അത് വാസ്തവവിരുദ്ധമാണ്. കാര്യങ്ങൾ പഠിക്കട്ടെ, കാരണം അതാണല്ലോ ഇപ്പോൾ കിഫ്ബി ഉൾപ്പെടെ വിവാദമായ വിഷയങ്ങളിൽ മുഴുവൻ. കാരണം നമുക്കങ്ങനെ ഒറ്റയടിക്ക് ഇതാ ഇപ്പോൾ ഈ പറയുന്ന കട്ട് ആൻഡ് ഡ്രൈ ഇതാ തീരുമാനം എടുത്തേക്കാം, ഇതിപ്പോൾ ഇവിടെ നിർത്താക്കാം, അങ്ങനെ നമുക്ക് കഴിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് UDFന്റെ ഒരു നയം എന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അന്ന് നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് PM ശ്രീ പദ്ധതി UDF അധികാരത്തിലെത്തിയാൽ അറബിക്കടലിൽ തള്ളുമെന്ന്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഈ വ്യവസ്ഥകൾ ഇല്ലാതെയല്ല, ഈ വ്യവസ്ഥകളിൽ ഈ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പൊക്കെ അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയായിരുന്നു. അത് PM ശ്രീ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിലും ഉണ്ടായിരുന്നു ശ്രീ റോണി കെ ബേബി MLA. അപ്പോൾ പുതിയതായിട്ടൊരു തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല കേട്ടോ, സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന്. ഈ സ്കൂളുകളുടെ സെലക്ഷൻ മാത്രമല്ല ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നം. ഈ സ്കൂളുകളുടെ സെലക്ഷൻ മാത്രമായിരുന്നെങ്കിൽ ഞങ്ങളും PM ശ്രീ പദ്ധതിയെ 2 കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം, ആ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമാണ് PM ശ്രീ എന്ന് പറയുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ പല കാര്യങ്ങളിൽ ഉൾപ്പെടെ, കാരണം കാവ്യവൽക്കരണം ഉൾപ്പെടെ, സ്വകാര്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കൽ ഉൾപ്പെടെ, വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കൽ ഉൾപ്പെടെ, ഞങ്ങൾക്ക് അതിനകത്ത് പല കാര്യം, സാമൂഹ്യനീതി അട്ടിമറിക്കുന്ന ഉൾപ്പെടെ ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എന്താണ് കരിക്കുലം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി, ആ പാഠ്യപദ്ധതി തീരുമാനിക്കുവാനുള്ള അവകാശം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് നയപരമായി അതിനകത്ത് എതിർപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിനകത്ത് വിയോജിപ്പിലെ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഒളിച്ചും പാത്തും വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണം, അല്ലെ RSSന് സംഘപരിവാറിൻ്റെയും ആശയഗതികൾ നമ്മുടെ സ്കൂൾ പാഠ്യ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ത്രിഭാഷ പദ്ധതി ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ ത്രിഭാഷ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉപസമിതി രൂപീകരിച്ചു, കേന്ദ്രവുമായി ചർച്ചകൾ നടക്കട്ടെ, അതാണല്ലോ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ. കാരണം ചർച്ചകൾ നടക്കട്ടെ, ഞങ്ങളുടെ ഉപാധികൾ, ഞങ്ങൾ വയ്ക്കുന്ന കണ്ടീഷൻസ്, കേരള സർക്കാരിൻ്റെ നിബന്ധനകൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പില്ല. കാരണം നമുക്കറിയാം നമ്മൾ നൽകുന്ന നികുതി പണമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തു നിന്നുമാണ് PM ശ്രീ പദ്ധതി വഴി ഇങ്ങോട്ട് പണം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവകാശികളാണ് നമ്മളും. അപ്പോൾ അത് തന്നെയാണ് PM ശ്രീ പദ്ധതിയെ അനുകൂലിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം PM ശ്രീ പദ്ധതി കേന്ദ്ര ഫണ്ട് കിട്ടും, സ്കൂളുകളുടെ നവീകരണം സാധ്യമാകും, ഓരോ ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകൾക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയും. പക്ഷേ ഇതിനെയൊക്കെ എതിർക്കാൻ കാരണമായിട്ട് പറഞ്ഞിരുന്നത് ഈ കാവ്യവൽക്കരണമാണ്. പക്ഷേ സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും കാവ്യവൽക്കരണം നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ NCERT സിലബസ് ഇപ്പോഴും കേരളത്തിലും ഉണ്ടല്ലോ, CBSE സ്കൂളുകളിൽ അത് പിന്തുടരുന്നുമുണ്ട്. ശ്രീ OK ജയകൃഷ്ണൻ, ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ശ്രീ റോണി കെ ബേബി MLA പറയുന്നു PM ശ്രീ പദ്ധതി
തുടരാനൊന്നുമല്ല തുടരാനെന്ന് പറയാനും പറ്റില്ലല്ലോ, കാരണം അത് നടപ്പായി തുടങ്ങിയിട്ടില്ല കേരളത്തിൽ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇല്ലല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂളുകളിൽ ഇല്ലല്ലോ. അപ്പോൾ തുടരുന്നു എന്ന് പറയാനും പറ്റില്ല. ഇപ്പോഴെടുത്ത തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങുകയാണോ ചെയ്യുന്നത് UDF? തീർച്ചയായും ഇൻട്രോ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു ശ്രമമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കുന്ന MLA യും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? എന്ത് പഠിച്ചിട്ടാണ് 6 മാസം മുമ്പ് ഇതിനെ എതിർത്തത്? അന്ന് എതിർത്തവർക്ക് പുതുതായി എന്താണ് പഠിക്കാനുള്ളത്? യഥാർത്ഥത്തിൽ ഈ പറയുന്നതൊന്നും അല്ലല്ലോ. കേരളത്തിന് പാകമല്ലാത്ത ഒരു പദ്ധതിയാണ് PM ശ്രീയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അത് മരവിപ്പിച്ചതും നിർത്തിവെച്ചതും അത് പഠിക്കുവാനും പരിശോധിക്കുവാനും കമ്മിറ്റിയെ വെച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാതെ ഫ്രീസ് ചെയ്തു വെച്ചതും. അതിനകത്ത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഒന്നാമത്തെ പില്ലർ തന്നെ, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അത് ഘട്ടം ഘട്ടമായി കേരളവുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുന്ന ഒന്നല്ല, അതിനകത്തെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ ഒന്നാമത്തെ ഇനം NEP നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അത് മൂടി വെച്ചുകൊണ്ട് PM ശ്രീ എന്നുള്ളത് ഒരു പ്രൊജക്റ്റ് മാത്രമാണ്. 2022 മുതൽ 27 വരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.